നെഹ്റു ട്രോഫി വള്ളം കളിയിൽ ചട്ടലംഘനം നടത്തിയവരുടെ ബോണസ് തടയുമെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ടിനോട് പറഞ്ഞു. നിലവിൽ 10ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടാൽ CBLൽ നിന്നും അയോഗ്യരാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അപ്പോൾ ജൂറി FFPയിൽ നമുക്ക് മിക്കവാറും ഓണെങ്കിൽ 10ഓളം പരാതികൾ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പരാതി നിൽക്കുന്ന സാഹചര്യത്തിൽ പരാതി പരിശോധിക്കണം. ആദ്യമേ ജൂറി FFPയിൽ പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് കാതലായ മാറ്റങ്ങളോ എല്ലാം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനമായ വിഷയങ്ങളുണ്ടോ അത് പരിശോധിച്ചതിന് ശേഷം ബാക്കി തീരുമാനം എടുക്കാവുന്നതാണ്. 9 പേരെയാണ് നമ്മൾ സാറിന് CBL ഏറ്റവും മികച്ച ടൈമിങ്ങുള്ള 9 പേരെയാണ് സാറിന് CBLിലേക്ക് അയക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം ബോണസ് നമ്മുടെ കണക്കും ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു ബാലൻസ് ഷീറ്റ് വർക്കൗട്ട് ചെയ്തതിനു ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് തീരുമാനമെടുത്ത് ആവശ്യമായ ബോണസ് എല്ലാവർക്കും നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള തിരിമറിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബോണസ് നിഷേധിക്കേണ്ടതായിട്ട് വരും. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ 10 പരാതികളെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. ആ പരാതികളിൽ മേൽ പരിശോധന നടത്തിക്കൊണ്ടുള്ള തീരുമാനം അത് എപ്പോഴുണ്ടാകുമെന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. ശരത്, സ്മൃതി, അതായത് 10ഓളം ക്ലബ്ബുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിയതിൽ അത് നേരത്തെ നിശ്ചയിച്ച് 25% മുകളിൽ പ്രൊഫഷണലുകൾ ഈ ചുണ്ടൻ വള്ളങ്ങളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന പരാതി. അത് ഫൈനൽ സമയത്ത് തന്നെ പ്രധാനമായി ഉയരുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് PBC പുന്നമട അടക്കമുള്ള ക്ലബ്ബുകൾക്കെതിരെയായിരുന്നു ഇത്തരമൊരു പ്രധാന പരാതി ഉയർന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ജൂറി ഓഫ് അപ്പീലിന്റെ യോഗം ഉടൻ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അടുത്ത ദിവസം ഓണം അവധി വരികയാണ്. അതിനു മുന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ യോഗം ചേരുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനം നടത്തിയ ക്ലബ്ബുകളെ കണ്ടെത്തിയാൽ തീർച്ചയായും നടപടികളിലേക്ക് കടക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. പ്രത്യേകിച്ച് ബോണസ് അടക്കം നിഷേധിക്കും. മാത്രമല്ല ഈ CBLൽ അയോഗ്യരാക്കും അത്തരം ചട്ടലംഘനം നടത്തിയ ക്ലബ്ബുകളെ എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 9 ക്ലബ്ബുകളെയാണ് CBLലേക്ക് തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CBLലേക്കുള്ള ക്ലബ്ബുകളെ തിരഞ്ഞെടുത്തിട്ടില്ല. മാത്രമല്ല മറ്റു സ്ഥാനങ്ങൾ ഇപ്പോൾ നിലവിൽ 1ാം സ്ഥാനം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു സ്ഥാനങ്ങളിലും അവരുടെ സമ്മാനത്തുക അടക്കം നൽകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇപ്പോഴും എടുക്കാൻ സാധിച്ചില്ല. അതിന് പ്രധാന കാരണം ഈ പറയുന്നത് പോലെ ഈ തർക്കം ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണാനാണ് NDBR തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇത് ജൂറി ഓഫ് അപ്പീലിന്റെ യോഗം ഉടൻ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു.